Father takes the boy to school, and as they are about to enter the gate, the boy's mind is filled with many confusing thoughts. What will be his thoughts? ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയിൽ നിന്ന് ബോയുടെ തോട്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫാദർ കുട്ടിയെയും കൊണ്ട് സ്കൂളിൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് ഉണ്ടായത്. ഓ, അറ്റ് ലാസ്റ്റ് വി ഹാവ് റീച്ച്ഡ് ഹിയർ. ഈസ് ദിസ് ഹൈ വാൾഡ് ഫോർട്രസ് കോൾഡ് സ്കൂൾ? അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ വലിയ കോട്ടമതിലുകളുള്ള ഈ സ്ഥലമാണോ യഥാർത്ഥത്തിൽ സ്കൂൾ എന്ന് പറയുന്നത്? വൈ ഈസ് ഫാദർ ടേക്ക് മീ ടു ദിസ് ജയിൽ? വാട്ട് ഹാവ് ഐ ഡൺ ടു അനോയിങ് ഹിം? എന്തിനായിരിക്കും ഫാദർ എന്നെ ഈ ജയിലിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തോ? ഐ ഡോണ്ട് റിമെമ്പർ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ വാസ് കംഫർട്ടബിൾ അറ്റ് ഹോം? എത്ര തവണ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ വീട്ടിൽ സുരക്ഷിതനാണെന്ന്? ഹീ സ്റ്റിൽ ഇൻസിസ്റ്റ് ടു ഗോ ടു സ്കൂൾ. എന്നാൽ അദ്ദേഹം വാശി പിടിക്കുകയാണ് ഞാൻ നിർബന്ധമായി സ്കൂളിൽ പോകണമെന്ന്. വൈ ഡിഡിൻറ്റ് മൈ മദർ സേ എനിത്തിങ് ടു സപ്പോർട്ട് മീ? എന്തുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് അനുകൂലമായി ഒന്നും പറഞ്ഞില്ല? മേ ബി ഷീ ടു എഗ്രി വിത്ത് ഹിം. ഒരു പക്ഷേ അവരും അദ്ദേഹത്തോട് യോജിക്കുന്നുണ്ടാവും. ഫാദർ ഹാസ് ടോൾഡ് മീ ടു ഗോ ടു അലോൺ ഇൻ ടു ദി ഹൗ. സ്കൂളിനകത്തേക്ക് ഞാൻ തനിയെ പോകണം എന്നാണ് ഫാദർ പറയുന്നത്. ഹി ഓൾസോ സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. അദ്ദേഹം അതിന് കൂടെ പറഞ്ഞത് സ്കൂൾ എന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണെന്നാണ്. ബട്ട് ഐ ഫീൽ സാഡ്. എന്നാൽ എനിക്ക് ദുഃഖമാണ് തോന്നുന്നത്. ഹൂ വിൽ ബി ദർ ടു സപ്പോർട്ട് മീ? എന്നെ സഹായിക്കാൻ ആരാണ് അവിടെ ഉണ്ടാവുക? വാട്ട് വിൽ ഐ ഗെറ്റ് സ്പെൻഡിങ് മൈ ടൈംസ് ദർ? എങ്ങനെ എൻ്റെ സമയം എനിക്ക് അവിടെ ചിലവഴിക്കാൻ കഴിയും? നോ ഐഡിയ. ഐ സീ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻസൈഡ്. ഐ ഡോണ്ട് നോ എനിവൺ. അകത്ത് ധാരാളം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണാനുണ്ടല്ലോ. അവരാരൊക്കെയാണ്? എനിക്ക് യാതൊരു ഐഡിയയുമില്ല. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ ഓൾ കൺഫ്യൂസ്ഡ് ആസ് മീ. വെൻ ഐ ഗോട്ട് ന്യൂ ക്ലോത്ത്സ് ഐ വാസ് ഹാപ്പി, ബട്ട് നൗ ഓൾ ഹാപ്പിനെസ് ഹാസ് ഗോൺ. പുതിയ വസ്ത്രങ്ങളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിവേ ഐ മസ്റ്റ് ഗോ ഇൻ ആസ് ദർ ഈസ് നോ അതർ ചോയ്സ്. എന്തൊക്കെയായാലും അകത്ത് പോവുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ഐ ഹോപ്പ് സംതിങ് ന്യൂ വുഡ് കം ഇൻ ടു മൈ ലൈഫ്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ പുതിയ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Second thought, the boy feels perplexed coming out of the school. What will be his thoughts? സ്കൂളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടിയുടെ മനസ്സിലെ ചിന്തകൾ എന്തെല്ലാമായിരിക്കും? Where is my father? He had promised me to wait for me here. എൻ്റെ പിതാവ് എവിടെ പോയി? ഇവിടെ കാത്തു നിൽക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. Everything has been changed. Where is the street lined with gardens? എല്ലാം മാറിയിരിക്കുന്നല്ലോ. എവിടെ? ഈ തെരുവിൽ ധാരാളം ലൈൻസോടുകൂടി ഗാർഡൻ ഉണ്ടായിരുന്നല്ലോ. ഹാസ് ഇറ്റ് ഡിസപ്പിയേർഡ്? അതെല്ലാം അപ്രത്യക്ഷമായോ? ബട്ട് ഇറ്റ്സ് ഓൺലി ഹാഫ് എ ഡേ. പാതി ദിവസമല്ലേ ആയിട്ടുള്ളൂ. വെൻ ഡിഡ് ഓൾ ദീസ് വർക്കിൽ come in? Oh, what a crowd! I did not notice these people when I came in the morning. ഓ, എത്രയെല്ലാം വാഹനങ്ങൾ! എവിടേക്കാണ് ഇതെല്ലാം പോകുന്നത്? ഹോ, വലിയ ജനക്കൂട്ടം! ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ.
രാവിലെ വരുമ്പോൾ ഈ ജനങ്ങളെയൊന്നും കണ്ടതുമില്ല. only hills of refuse lying everywhere. When I came to school, there was only fields and henna plants. Now huge buildings have taken their places. സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ധാരാളം മൈലാഞ്ചി ചെടികളെയും വയലുകളെയും മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഇതാ വലിയ വലിയ കെട്ടിടങ്ങൾ. മൈ ഹെഡ് ഏക്സ് ആസ് ഐ ഹിയർ ദീസ് നോയ്സ്. ഓ, ഈ ബഹളമെല്ലാം കേട്ട് എനിക്ക് തലവേദന വരുന്നു. ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഐ സീ എ മിഡിൽ ഏജ്ഡ് മാൻ പാസിംഗ് ബൈ. ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അതാ ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തി അതാ എന്നെ കടന്നു പോകുന്നു. ഹി സീംസ് ടു ഹാവ് മെറ്റ് മീ ബിഫോർ ആസ് ഹി ഈസ് സ്മൈലിംഗ്. മുൻപ് എന്നെ കണ്ട് പരിചയമുള്ളതുപോലെ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിക്കുന്നു. ഇൻഡീഡ് എ ഫെമിലിയർ ഫേസ്. ശരിയാണ്, വളരെ പരിചിതമായ മുഖം തന്നെ. ഐ കനോട്ട് ഫൈൻഡ് മൈ ഓൾഡ് ഹൗസ് എനിവർ. ലെറ്റ് മീ ആസ്ക് മൈ ഫാദർ അബൌട്ട് ഓൾ ദീസ് ചേഞ്ചസ്. ഓ, ഗോഡ് ടേക്ക് മീ ടു മൈ ഹോം. എന്തായാലും ഈ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഫാദറിനെ കാണുമ്പോൾ ചോദിക്കാം. ദൈവം തീർച്ചയായും എന്നെ വീട്ടിലെത്തിക്കട്ടെ.